നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. നിമിത്ത ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അത് നിമിത്ത സൂചനകളായി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. തീരുമാനങ്ങൾ ഈ സമയം എടുക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ അറിയേണ്ടതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന 2 കലങ്ങളിൽ ഒരു കലം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ 2 കലങ്ങളിൽ ഒരു കലം നിങ്ങൾക്ക് പൊട്ടിക്കാവുന്നതാണ്. അപ്പോൾ ആ കലത്തിനുള്ളിലുള്ള കാര്യങ്ങൾ, നിങ്ങളെ തേടി വരാനുള്ള ആ കാര്യങ്ങൾ നിമിത്ത ശാസ്ത്രങ്ങളിലൂടെ, നിമിത്ത ലക്ഷണങ്ങളിലൂടെ, തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഏവരും മനസ്സുകൊണ്ട് ഒരു നിമിഷം ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇപ്പോൾ പറയുന്നതായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ സംഭവിക്കണം. അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങൾക്ക് ഒരു അറുതി സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവത്തിൽ വരണം എന്ന പ്രാർത്ഥനയോടെ ഇവിടെ തന്നിരിക്കുന്നതായ 2 കലങ്ങളിൽ ഒരു കലം നിങ്ങൾ ഉടയ്ക്കൂ. അപ്പോൾ ഏവരും ഒരു നിമിഷം ഈ കാര്യം ഇപ്രകാരം ചെയ്യൂ. അപ്പോൾ ഏവരും അപ്രകാരം ചെയ്തു എന്നാണ് കരുതുന്നത്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. ആദ്യത്തെ കലമാണ് നിങ്ങൾ ഉടച്ചത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈ കലം തിരഞ്ഞെടുക്കുവാൻ ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ സന്ദേശമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം വിശ്വാസത്തോടെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലുള്ള പല ഭാരങ്ങളുമുണ്ട്. പല ഭാരങ്ങളും ഇറക്കി വയ്ക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ചിന്തകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ വൈകിയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾ കാത്തിരിക്കുന്നു എങ്കിലും അതിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരിയായ സമയമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആത്മീയപരമായ ഒരു സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം പുതുതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. അതൊരു അവസരമായി കടന്നു വരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. സന്തോഷകരവും മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നതുമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതും നിലനിർത്തേണ്ടതുമായ കാര്യം അത് തീർച്ചയായും ആത്മവിശ്വാസം തന്നെയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമതകൾക്കോ പ്രയാസങ്ങൾക്കോ കാരണമായി തീരാം. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങളുടെ ശരിയായ ചിന്തകൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഈ സമയം നൽകേണ്ടതായ സാഹചര്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യമുണ്ട്.
സ്നേഹത്തോടെ തന്നെ ഈ സമയം സംസാരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുഞ്ചിരിയോടെ നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അന്തരീക്ഷത്തെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും കരുതൽ ഉണ്ടാകാവുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു മാറ്റം സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ചില ധനപരമായ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം ചില ധനപരമായ ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. അനുയോജ്യമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്ഥിരത എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. അത് ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പരിശ്രമങ്ങൾ അത് വിജയം കാണാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം പലപ്പോഴും പല കാര്യങ്ങളിലും കൃത്യമായ അവസരങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും കാര്യങ്ങളെ കൃത്യതയോടെ പഠിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും പരിശ്രമങ്ങൾ ആവശ്യമായ സമയമാണ്. പ്രാർത്ഥനയും പരിശ്രമവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല സാഹചര്യങ്ങളെക്കുറിച്ചും കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പഠിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. മനസ്സിന് പല കാര്യങ്ങളിലും ശക്തി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഈ സമയം അനുഭവവേദ്യമാകും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുവാൻ ചിലർ ശ്രമിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അകപ്പെട്ടു പോകുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വിഷമങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് നിങ്ങളെ തളർത്തുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ തീർച്ചയായും ഇതൊരു അവസരമായി തന്നെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതായ ആഗ്രഹങ്ങൾ അത് നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഈ സമയം നല്ല രീതിയിൽ പരിശ്രമം നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീർക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യവും പാതി വഴിയിൽ അല്ലെങ്കിൽ വിഷമം കൊണ്ട് നിർത്തുവാൻ പാടുള്ളതല്ല. വാശി കൊണ്ട് നിർത്തുവാൻ പാടുള്ളതല്ല. ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഭയം ഈ സമയം ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും വളരെയധികം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അത് പല കാര്യങ്ങളിലും നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വരാം. മനസ്സിന് വളരെയധികം ശക്തി പല കാര്യങ്ങളിലും ലഭിക്കുവാനുള്ള ഒരു സാഹചര്യവും ഈ സമയം ഒരുങ്ങാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് കൃത്യതയോടെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഐശ്വര്യത്തെ നിറയ്ക്കുവാൻ സാധിക്കാവുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്താൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം. പ്രത്യേകിച്ചും ഈ സമയം വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്.
ചില കാര്യങ്ങളിൽ നിങ്ങൾക്കത് തിരിച്ചടിയായി മാറാം എന്നുള്ളതാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകൂ. ഭഗവാൻ നൽകിയിരിക്കുന്നതായ ആ പോസിറ്റീവായ ഊർജം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകിയിരിക്കുന്ന ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ കലം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിൽ തീർച്ചയായും ഒരു ആത്മീയപരമായ സന്ദേശം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാം എന്നുള്ളതാണ് വാസ്തവം. മുന്നോട്ടേക്ക് പോകുവാനുള്ള പല സാഹചര്യങ്ങളും ഒരുങ്ങുന്നു എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ആയി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പല ഉത്തരങ്ങളും ലഭിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും വളരെയധികം നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. ലഭിക്കേണ്ടതായ സമയത്ത് പലതും ലഭിക്കുന്നില്ലല്ലോ എന്ന വിഷമമുണ്ട്. തീർച്ചയായും അതിലൊരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ മാത്രമല്ല, ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിരാശ തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ഈ സമയം ശരിയായ സമയത്തിനായുള്ള ഒരു കാത്തിരിപ്പ് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയൊരു അധ്യായം തന്നെ ആരംഭിക്കുവാനുള്ള ഒരു അവസരം ജീവിതത്തിലുണ്ട് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഈ സമയം പല കാര്യങ്ങളും ആരംഭിക്കുവാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് ആഗതമാകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരമാണ് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് നൽകുക എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും അല്പമൊരു ക്ഷമ നിങ്ങൾ പ്രകടമാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സ്വപ്നമുണ്ട് എന്നത് വാസ്തവമാണ്. ചില ലക്ഷ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം പ്രധാനമായും ചിലർ നിങ്ങൾക്കെതിരായി സംസാരിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ കഴിവുകളിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെ ആകില്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചിന്തകൾ കടന്നു വരികയും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ സിദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചിന്തകളിൽ പോലും വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം അവസരങ്ങൾ തിരിച്ചറിയേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഭഗവാൻ മനസ്സറിഞ്ഞ് നിങ്ങളിലേക്ക് നൽകുന്നതായ അവസരങ്ങൾ, അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് ഈ സമയം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളെയും തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം വളരെയധികം പ്രാധാന്യം കുടുംബത്തിന് നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും കരുതലും, അത് തീർച്ചയായും പലരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം സമാധാനത്തെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ഷമ ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യമായി മാറാം. ആശയവിനിമയം ഈ സമയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്.
ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു ഓർമ്മപ്പെടുത്തലായി അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. വരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാം. നല്ല തീരുമാനങ്ങളും ഈ സമയം സാധ്യമാകുന്ന സമയമാണ്. ചെലവുകളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പുതിയ അവസരങ്ങൾ സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഈ സമയം നിങ്ങളുടെ കഴിവുകൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും ആ കഴിവുകളെ കൃത്യമായി ഉണർത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പരിശ്രമങ്ങൾ ഏറ്റവും അനിവാര്യമായ സമയമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി തീരാം. ഈ സമയം പല നേട്ടങ്ങളും സാധ്യമാകാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം ബിസിനസ് സംബന്ധമായി പോലും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വ്യത്യസ്തമായ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. ചില കാര്യങ്ങളിൽ മടി ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം കാത്തിരിക്കേണ്ടതായ സാഹചര്യം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില ശുഭ സൂചനകൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭയം വളരെയധികം കീഴടക്കിയിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പല കാര്യങ്ങൾക്കും ഒരു മുന്നേറ്റം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങളിലുള്ള ഭയത്തിനെ ഒഴിവാക്കി വിശ്വാസത്തിന് പ്രാധാന്യം നൽകുകയും നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ഭയത്തെ ഒഴിവാക്കി ആ ശക്തി നിങ്ങളിലേക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകും. എങ്കിലും ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ശക്തരാക്കി തീർക്കും എന്നുള്ളതാണ്. പാഠങ്ങൾ ജീവിതത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനൊരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. പാഠങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പുതിയൊരു അവസരം ജീവിതത്തിൽ കടന്നു വരാം എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും സംഭവിക്കണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും കൃത്യമായി കടന്നു വരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ കൃത്യമായി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന കൃത്യമായ ഫലം കാണാവുന്ന സാഹചര്യമുണ്ട്. മനസ്സിന് സമാധാനം സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരാം. ഈ സമയം പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ജീവിതത്തിൽ ചില ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സമാധാനപൂർണമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. അതിനാൽ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും ഈ സമയം പ്രാധാന്യം നൽകുക. മറ്റുള്ളവർ നിങ്ങളിലേക്ക് നൽകുന്നതായ ചില നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് നീങ്ങൂ.